ഇന്ത്യ മുന്നണിയെ ഞെട്ടിച്ചുകൊണ്ട് രാജ്യസഭാ സീറ്റ് ജമ്മു കാശ്മീരിൽ നേടിയിരിക്കുകയാണ് BJP. അത് ഒരു ബീഹാറിലേക്കുള്ള വഴിയാണോ? ബീഹാറിന് മുൻപേ ഒരു വൻ അട്ടിമറി BJP നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. BJPക്ക് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു ജമ്മു കാശ്മീരിലെ ഒരു രാജ്യസഭാ സീറ്റ്. 4 രാജ്യസഭാ സീറ്റുകളാണ് അവിടെ മത്സരിക്കാനുണ്ടായത്. അതിൽ എണ്ണം വച്ചിട്ട് നാഷണൽ കോൺഫറൻസ് ജയിക്കാനായിട്ട് ഒമർ അബ്ദുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്തു വെച്ചിരിക്കുകയാണ്. അതായത് 53 പേരുടെ മുന്നണിയാണ് അവർക്കുള്ളത്. അപ്പോൾ ഒരു MLA ഒരു MP-യെ ജയിപ്പിക്കാനായിട്ട് 30 വോട്ടാണ് വേണ്ടത്. അവരതിന് ബുദ്ധിപൂർവ്വം എന്താ വെച്ചാൽ 2 ഘട്ടങ്ങളാക്കി ഇലക്ഷൻ നടത്തി. 4-ൽ 2 MP-മാരുടെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ 2 MP-മാർ. അപ്പോൾ 4-ഉം അവർക്ക് ഫലത്തിൽ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ 2 ഒമർ അബ്ദുള്ള നേടിയുടെ അവരുടെ ഭൂരിപക്ഷത്തിൻ്റെ 53 പ്ലസ് ഒക്കെ കൂടെ എല്ലാം കൂടെ ചേർത്തവർ 30 വീതം അവർ നേടിയെടുത്തു. രണ്ടാമത്തെ ഘട്ടത്തിൽ അവർക്ക് ഒരെണ്ണത്തിൽ 30 കിട്ടി, അവരുടെ ആൾ കിട്ടി. അപ്പം 3 MP-മാർ നാഷണൽ കോൺഫറൻസിന് കിട്ടി. 4-മത്തേത് കിട്ടാനായിട്ട് BJPക്ക് 28 MP-മാരേ ഉള്ളൂ. അപ്പോൾ അവിടെ അവർക്കത് കിട്ടിയില്ല. ബാക്കിയുള്ളവരെ കൂടെ സംഘടിപ്പിച്ച് NCക്ക് തന്നെ കൊണ്ടുപോകാം എന്നുള്ളതായിരുന്നു ഉദ്ദേശം. എന്നാൽ അവർക്കത് നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, 28 MP-മാർ പ്ലസ് 4 കൂടെ BJP നേടി. MLA-മാരെ കൂടെ കിട്ടി. 32 പേരുടെ ഭൂരിപക്ഷത്തിൽ അവർക്ക് ഒരു MP സ്ഥാനം കിട്ടി. ഇത് വലിയ ഒരു ലോട്ടറി പോലെയാണ് കിട്ടിയിരിക്കുന്നത്. നാഷണൽ കോൺഫറൻസിനെ ഞെട്ടിച്ചു, കോൺഗ്രസിനെയും ഞെട്ടിച്ചു. ആക്ച്വലി ഈ മുഖ്യമന്ത്രി ആരോപണം ഉന്നയിക്കുകയാണ്, സംശയം കോൺഗ്രസിനെയാണ് ഏറ്റവും. കാരണം BJP കോൺഗ്രസ് വോട്ട്, അതെ, PDP ആണ് 3 സീറ്റ് അവിടെ ബാക്കിയുള്ളത്. പിന്നെ ഒരെണ്ണം AAP ആണ്. ഇവരൊന്നും വോട്ട് കൊടുക്കില്ല. പിന്നെ സജാദ് ലോണിന്റെ അതൊരു സീറ്റേ ഉള്ളൂ, അവർക്ക് ഒരു വോട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. കൊടുത്താൽ എന്നാലും 29 ആവുള്ളൂ കോൺഗ്രസ് BJPക്ക്. പിന്നെ ഈ 3 സീറ്റുകൾ പിന്നെ 3 MLA സ്ഥാനങ്ങൾ പിന്നെ എങ്ങനെ അനുകൂലമായിട്ട് കേരളത്തിൽ CPM പറയുന്നത് കൃത്യമാണല്ലേ? അതെ, BJPക്ക് വേണ്ടി, നരേന്ദ്രമോദിക്ക് വേണ്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. യാതൊരു സംശയമില്ല. കാരണം ഇത് ആദ്യമേ ഒമർ അബ്ദുള്ള പറഞ്ഞു, ഈ 3 സീറ്റ് ഞങ്ങൾ എടുക്കും, 1 സീറ്റ് നിങ്ങൾ എടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജയിക്കുന്ന സീറ്റല്ല, ഞങ്ങൾക്ക് തോക്കുന്ന സീറ്റാണ് നിങ്ങൾ തന്നിരിക്കുന്നത്. കാരണം ബാക്കി വരുന്ന ഉറപ്പില്ലാത്ത കാരണം 30 അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ 23 ഇവിടെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഇത്രയും കൂടെ പിടിക്കണ്ടേ? അതിനാണ് അവർ പറഞ്ഞത്, നിങ്ങൾ PDP-യെയും സജാദ് ലോണിന്റെ പാർട്ടിയെ കൂടെ പിടിച്ചാൽ നിങ്ങൾക്ക് 30 ഒപ്പിക്കാം, അത് നിങ്ങൾ ചെയ്യേ. അപ്പം ഞങ്ങളുടെ ബാക്കി അത് എന്താണ് കോൺഗ്രസ്? അത് ജമ്മു കാശ്മീരിൽ മാത്രമല്ല, കർണാടകയിൽ, മഹാരാഷ്ട്രയിൽ, അതുപോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുകയാണെങ്കിൽ അത് BJPക്കും കൂടി ഉപകാരമാണ്. അതെ, എപ്പോഴും അങ്ങനെയാണ് വരുന്നത്. അത് കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് യാതൊരുവിധ കോർഡിനേഷനും ഇല്ല എന്നുള്ളതാണ്. അംഗങ്ങൾ തമ്മിലുള്ള കോർഡിനേഷൻ ഇല്ല, നേതാക്കൾക്ക് ഒരു ദിശാബോധമില്ല, കൂടെ നിർത്താനായിട്ട് അറിയില്ല. ഇതൊക്കെയാണ് പ്രധാനം. കാരണം നേതാവ് ഇവിടെ ഇല്ലല്ലോ. എന്നും പട്ടായയിലോ അല്ലെങ്കിൽ കൊളംബിയയിലോ അല്ലെങ്കിൽ ബാങ്കോക്കിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇവിടെ വന്നിട്ടൊരു ആറ്റം ബോംബ് അല്ലെങ്കിൽ അണുബോംബ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം പൊട്ടിക്കും, ഒരു ദിവസം ഒരു ബഹളം ഉണ്ടാക്കും. എന്തായാലും ഈ വിഷയം ആ പാർട്ടിക്ക് നാട്ടവും നാണക്കേടും ആവും, എന്നിട്ട് ആശാൻ തിരിച്ചും പോകും. ഈ വിഷയം എന്തായാലും BJP വലിയ രീതിയിൽ തന്നെ ബീഹാറിൽ പ്രചരണായുധമാക്കുമല്ലോ. ജമ്മു കാശ്മീർ പോലുള്ള ഒരു സംസ്ഥാനത്ത് ഒരു കാലത്ത് BJPക്ക് BJP ഇന്ത്യയുടെ പതാക പോലും ഉയർത്താൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്ക് BJP കടന്നു കയറുകയാണ്. തീർച്ചയായിട്ടും BJPക്ക് വൻ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഇപ്പോൾ ബീഹാറിൽ വന്നിരിക്കുകയാണ്. അതായത് 1952 മുതൽ 89 വരെ അവിടെ കോൺഗ്രസിൻ്റെ ആധിപത്യമായിരുന്നു. 40-നും 48% ഇടയ്ക്ക് വോട്ട് ഇങ്ങനെ മാറി മാറി കിട്ടിക്കൊണ്ടിരുന്നു. 48% വരെ വോട്ട് കിട്ടി. അത് 52% തന്നെ കുറവേ ഉള്ളൂ. ബാക്കി എല്ലാവരും കൂടെയാണ് ഈ ബാക്കിയുള്ള വോട്ടുകൾ പിടിക്കുന്നത്. അപ്പോൾ കംഫർട്ടബിൾ മെജോറിറ്റി എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നതാണ്. 2 പ്രാവശ്യം വെച്ച് 67-ൽ പിന്നെ 77-ൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 0 കിട്ടിയത്. 67-ൽ ഇതുപോലെ ഒരു തവണ മന്ത്രിസഭ. പിന്നെ തൂത്തുപറക്കി കോൺഗ്രസ് മന്ത്രിസഭയായിരുന്നു വന്നിരുന്നത്. പക്ഷേ അത് അവിടെ നിലച്ചു എന്ന് മാത്രമല്ല, ഇപ്പം 7-8% കിട്ടുന്നത്. അതും ഈ രാഷ്ട്രീയ ജനതാദളിൻ്റെ വോട്ടും കൂടെ, RJDയുടെ വോട്ടും കൂടെ പിടിച്ചിട്ടാണ്. ലാലു പ്രസാദിൻ്റെ വോട്ടും കൂടെ കിട്ടിയിട്ടാണ്. അതിലാണ് ലാലു പറയുന്നത് നിങ്ങൾക്ക് 4% പോലും വോട്ടില്ല എന്ന് പറയുന്നത്. ആ ഗതികേടിലാണ് അവരവിടെ ജീവിക്കുന്നത്. ഈ തന്ത്രങ്ങൾ എങ്ങനെയാണ് എല്ലായിടങ്ങളിലും
എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിജയം കൊയ്യുക. ഈ രാജ്യസഭയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനും ഇതിന് സമാനമായിരുന്നു. കോൺഗ്രസിന്റെ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇന്ത്യ മുന്നണിയുടെ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ, പിന്നെ അവര് വളരെ തന്ത്രപരമായിട്ടാണ് സ്ഥാനാർത്ഥി നിർത്തിയെന്ന് പറഞ്ഞത്. അതായത് ആന്ധ്രയിൽ നിന്നും പിന്നെ വോട്ടുകൾ TDPയുടെ വോട്ടുകൾ ഇപ്പുറത്തേക്ക് മറിഞ്ഞ് നരേന്ദ്രമോദിയെ നാണം കെടുത്തണം, BJPയെ നാണം കെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. പക്ഷെ അതുകൊണ്ടും പ്രയോജനം ഉണ്ടായില്ല എന്നുള്ളതാണ്. തിരിച്ച് എന്താണ് പഠിക്കാത്തത്? ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഈ തന്ത്രം പയറ്റി, വീണ്ടും രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ തന്ത്രം പയറ്റുന്നു. അപ്പോൾ BJPയുടെ തന്ത്രം വ്യക്തമാണല്ലോ, അട്ടിമറി നടത്തുക, മറ്റു പാർട്ടികൾ കോൺഗ്രസിൽ നിന്നും MLA-മാരെ MP-മാരെയും തങ്ങളുടെ പാളയത്തിലേക്ക് വലിക്കുക. പക്ഷെ ഇത് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാക്കണമെങ്കിൽ പാക്കേജ് വേണം. കോൺഗ്രസ് എപ്പോഴും പ്രവർത്തിക്കുന്നത് പാക്കേജ് വെച്ചിട്ടാണ്. വോട്ട് ചോരി അത് ആരോ കൊടുത്ത ഒരു പാക്കേജാണ്. ആ പാക്കേജ് ഭംഗിയായിട്ട് ഈ നഴ്സറി പിള്ളേർ റൈം ചൊല്ലുന്ന പോലെ പത്രക്കാരുടെ മുമ്പ് ഒന്ന് ചൊല്ലി കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അറിയണ്ടേ? നമ്മൾ കാണാപ്പാടം, കാറിന്റെ സ്പെയർ പാർട്സ് എല്ലാം എങ്ങനെ അഴിച്ചിടണമെന്ന് കാണാപ്പാടം പഠിച്ചു. അതുകൊണ്ട് നമുക്ക് തിരിച്ചത് ഫിറ്റ് ചെയ്യാൻ പറ്റൂ. ഫിറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ പണി നമ്മൾ പഠിക്കണം. ഇതാണ് കോൺഗ്രസിന് പറ്റുന്ന കുഴപ്പം. ആരോ വിദേശത്ത് നിന്നോ മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ചില അധോലോക മണ്ഡലങ്ങളിൽ നിന്നോ ഒക്കെ ചില തിയറികൾ കൊടുക്കും. ഈ തിയറി വെച്ച് നിങ്ങൾ കയറിക്കോ, ഇത് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയെ പൊളിക്കാം, ഈ മന്ത്രിസഭയെ താഴെ ഇടാം, BJPയെ തറ പറ്റിക്കാം എന്നൊക്കെ പറഞ്ഞ് ഓരോ സാധനം കൊടുക്കും. ഈ പാക്കേജ് പുള്ളി കൈ കിട്ടിയിട്ട് ഇത് വായിച്ചിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അത് വായിക്കുന്നതിൽ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയാണ്. കാരണം ഇപ്പം പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ് ഈ വോട്ട് ചോരിക്ക് വേണ്ടി പത്രപ്രസ്ഥാനം നടത്തിയപ്പോൾ കൊടുത്ത ഡോക്യുമെന്റ്സ് പോലും തെറ്റാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഡോക്യുമെന്റ്സ് പോലും കറക്റ്റായിട്ട് വെക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്തത് ചിലരുടെ വോട്ടുകൾ എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്തതൊക്കെ തെറ്റാണെന്ന് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുക. അപ്പോൾ മിണ്ടാട്ടമില്ല. ഇലക്ഷൻ കമ്മീഷൻ വേണമെങ്കിൽ ഇപ്പോൾ നോട്ടീസ് അയക്കാം തെറ്റായത് കൊടുത്തതിന്, അല്ലെങ്കിൽ സുപ്രീം കോടതി കൊണ്ടുവന്ന് കേസ് കൊടുക്കാം. ആ വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ കാശ്മീർ എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. കാശ്മീരിൽ BJPയെ മുട്ടുകുത്തിക്കാനായിട്ട് എല്ലാവരും കൂടെ മാക്സിമം ശ്രമിച്ചതാണ്. ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതോടുകൂടി അവിടുത്തെ ആരെയൊക്കെ പിടിക്കാം അവരെ മുഴുവൻ പിടിച്ചിട്ടും അവിടെ 29 സീറ്റാണ് BJP പിടിച്ചത്. ഇപ്പോൾ ഒരെണ്ണം ബൈ ഇലക്ഷൻ വന്നതാണ്. 28 സീറ്റിലാണ് ഇപ്പം അവർ നിൽക്കുന്നത്. എന്നിട്ട് ആ 30 തികയ്ക്കാൻ അവർക്ക് കഴിയാത്ത സാഹചര്യത്തിൽ അവർക്ക് 32 വോട്ട് കിട്ടുക എന്ന് പറയുന്നത് BJPക്ക് പ്രവചനങ്ങൾക്കതീതമായി ചിലത് ചെയ്യാൻ കഴിയുന്നു ഇലക്ഷനിൽ. അത് നിയമസഭാ ഇലക്ഷൻ ആയിക്കോട്ടെ, നിയമസഭയ്ക്ക് അകത്ത് MLA-മാർ നടത്തുന്ന ഇലക്ഷൻ ആയിക്കോട്ടെ, രാജ്യസഭയും ലോക്സഭയും ചേർന്ന് MP-മാർ വൈസ് പ്രസിഡന്റിന് വോട്ട് ചെയ്യുമ്പോഴാകട്ടെ, ഇനി പ്രസിഡന്റ് ഇലക്ഷൻ വരാൻ പോവാണ്. അതിന് എന്ത് പൂരമാണ് നടക്കാൻ പോകണമെന്ന് കോൺഗ്രസ് ഒരു തലവേദനയായിട്ട് മാറിയിട്ടുണ്ടോ? കാരണം ഇന്ത്യ മുന്നണിക്ക് തലവേദന. അതെ, ഇപ്പോൾ ഇദ്ദേഹം കാശ്മീരിലെ ഘടകകക്ഷി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ശിവസേന, NCP, JMM അടക്കമുള്ള മമതാ ബാനർജി അടക്കമുള്ളവർ എല്ലാവരും ഒറ്റക്കെട്ടായി കോൺഗ്രസ്. ബീഹാറിൽ എന്താ ചെയ്തേ? ബീഹാറിൽ ലാലുവും പിന്നെ തേജസ്വിയും കൂടെ പറഞ്ഞല്ലോ ഇവിടെ കാല് കുത്തിപ്പോയിരുന്നു. അല്ലിപ്പോ അവിടെ കയറാത്തത്. അതല്ലേ അമിത്ഷാ ചോദിച്ചത്, ചുണയുണ്ടോ ഇവിടെ വന്ന് ഒന്നുകൂടെ വോട്ട് ചോരി ചോദിക്കാൻ? അങ്ങനെ ചോദിച്ചാൽ അടി RJD തന്നെ കൊടുക്കും, ലാലുവും മോനും കൂടെ കൊടുക്കും. ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ 70 സീറ്റ് കൊടുത്തു, ഇത്തവണ 50 സീറ്റ് തരുള്ളൂ പറഞ്ഞപ്പം പിന്നെ അവർ കൊടുക്കാത്ത കുറേ സീറ്റിലും കൂടെ കയറി മത്സരിക്കാൻ 61 ആക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പൊട്ടിച്ച് കൈ കൊടുക്കും. അതാണ് ഇന്ന് സംഭവിക്കാൻ പോണത്. നിലയ്ക്ക് നിർത്താനായിട്ടാണ് ഇപ്പം ലാലുവും തേജസ്വിയും കൂടെ അവിടെ ഇറങ്ങിയിരിക്കുന്നത്. ഇന്ത്യ മുന്നണി ഈ പിന്നെ പാർട്ടിയെ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുകയില്ല. ഇത് പണ്ടേ മമത പറഞ്ഞതാണ്, മമതയ്ക്ക് ഇതറിയാം. അതുകൊണ്ട് ബംഗാളിൽ കയറ്റുകയില്ല. മേലെ ഇവിടെ കാലുകുത്തിപ്പോരും. ഇന്ത്യ മുന്നണിയൊക്കെ ഈ ബംഗാളിന് വെളിയിൽ, ബംഗാളിനകത്ത് ഞങ്ങൾ മാത്രം, വേറെ ഒരുത്തനും വേണ്ടാന്ന് പറഞ്ഞാണ് മമത നിൽക്കുന്നത്. അവർക്ക് നല്ലപോലെ അറിയാം. ഇത് തന്നെയാണ് കെജ്രിവാളും കാണിച്ചത്. ഡൽഹിയിൽ കെജ്രിവാൾ തറ പറ്റുമെന്ന് പറഞ്ഞിട്ടും ഉറപ്പാണെന്ന് പറഞ്ഞിട്ടും കെജ്രിവാൾ ആളെ കൂട്ടാത്ത എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ കൂട്ടാത്തത്? കൂട്ടിയാൽ ഈ കിട്ടിയ സീറ്റ് പോലും കിട്ടില്ല. അതിനേക്കാൾ ദയനീയമായിരിക്കും എന്നറിയാം. അതുകൊണ്ടാണ് കയറ്റാത്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.